പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളവരെ അറസ്റ്റ് ചെയ്തിട്ടുള്ളവരെ ന്യായീകരിക്കുന്നില്ല എന്നൊരു സാഹചര്യമുണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങിയ ഒരു വ്യക്തിയെ ന്യായീകരിക്കുന്നത്? അദ്ദേഹം നിഷ്കളങ്കനാണ് എന്നൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് എന്തടിസ്ഥാനത്തിൽ എന്നതാണ് എന്റെ ചോദ്യം. രേണുവിനോട് പറഞ്ഞത് രേണുവിന്റെ സ്വന്തം അഭിപ്രായമാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, രേണു ഒരു പ്രതിപട്ടികയിൽ പ്രതി ചേർക്കപ്പെട്ടിരിക്കുന്ന വ്യക്തി, പ്രത്യേകിച്ച് ഈ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അമ്പലക്കൊള്ള നടന്ന കേസിലെ പ്രധാനി, ഈ പറയുന്ന സുഭാഷ് കപൂർ മോഡൽ എന്ന് കോടതി തന്നെ കണ്ടെത്തിയ കേസിലെ പ്രധാനി, ആ പ്രധാനിയുടെ കേസിൽ കുറ്റപത്രം വരട്ടെ, അതുവരെ അയാളെ കുറ്റക്കാരനായി കാണാൻ പറ്റില്ല, കുറ്റപത്രത്തിൽ എന്താണുള്ളത് എന്ന് നോക്കട്ടെ, ടെക്നിക്കൽ ഇഷ്യൂസ് ആണോ എന്ന് പഠിക്കട്ടെ എന്ന് പറയുമ്പോൾ ഒരു മാസ്ക് സൃഷ്ടിക്കപ്പെടും, ഒരു പുകമറ സൃഷ്ടിക്കപ്പെടും. ആ ഗ്യാപ്പിൽ ഇതുപോലെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ മാസ്ക് കൊടുക്കുന്നത് കൊണ്ടും ആ സംരക്ഷണ കവചം ഒരുക്കുന്നത് കൊണ്ടും കുറ്റപത്രം വരട്ടെ എന്ന് കാത്തിരിക്കുന്നത് കൊണ്ടും CPM-നെ നിങ്ങൾ ഉൾപ്പെടെ ദിവസവും വിമർശിച്ചുകൊണ്ടിരിക്കുകയല്ലേ, മാധ്യമങ്ങൾ വിമർശിക്കുകയല്ലേ, അത് ചോദ്യം ചെയ്യുകയല്ലേ. ആ സാഹചര്യം ഇപ്പോഴുമുണ്ട്. നിങ്ങൾക്കത് തുടരുകയും ചെയ്യാം. അതിൽ ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല. എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്ന ചോദ്യം ആവർത്തിച്ച് ചോദിക്കാം. തെരഞ്ഞെടുപ്പ് വരെ നിങ്ങൾ ചോദിക്കൂ. എൻ്റെ ഒരൊറ്റ ചോദ്യം ഇതേ ഉള്ളൂ. അതുപോലെ ആരോപണ വിധേയനായ അറസ്റ്റിലായപ്പെട്ട ഒരു വ്യക്തിക്ക് ജാമ്യം കിട്ടി എന്നതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ തന്ത്രിയാണ് എന്നതുകൊണ്ട് മാത്രം അറസ്റ്റ് ചെയ്ത അന്ന് മുതൽ അദ്ദേഹം നിരപരാധിയാണ്, ഇത് വഴിതിരിച്ചു വിടാനാണ് എന്നൊരു നിഗമനത്തിലേക്ക് നിങ്ങൾ എത്തുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിൽ? രേണു അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കണ്ട. തൽക്കാലം ന്യായീകരിക്കാൻ പറ്റാത്ത സുരേഷിന്റെ ആ ടേക്ക് കൂടി, ആ ഒരു എഫോർട്ട് കൂടി രേണു ഏറ്റെടുക്കണ്ട. സുരേഷ് കുമാറിനോട് ചോദിക്കേണ്ടത് ചോദിച്ചു. 20 മിനിറ്റോളം 15 മിനിറ്റോളം എടുത്ത് അദ്ദേഹത്തോട് ചോദിച്ചതിന് ശേഷമാണ് താങ്കളോട് ചോദിക്കുന്നത്. രേണു ഈ ചർച്ചയിൽ ഏതായാലും CPM-ന് ഒരു പ്രതിനിധി ഉണ്ടല്ലോ, അപ്പൊ അദ്ദേഹം CPM-ന്റെ വാദം പറയട്ടെ. ഞാൻ രേണുവിന്റെ വാദത്തിന് ഉത്തരം പറയാം. ഒന്നങ്ങ് പറഞ്ഞത് തെരഞ്ഞെടുപ്പ് വരെ ചോദിച്ചോളൂ. അല്ലെന്നേ, തെരഞ്ഞെടുപ്പ് വരെ ഒന്നുമല്ല ചോദിക്കാൻ പോകുന്നത്. ഈ കേസിൽ ഇവർ ഈ പറയുന്ന കൊള്ളക്കാരെ പൂർണ്ണാർത്ഥത്തിൽ കൈയൊഴിഞ്ഞ് എന്റെ പിഴ എന്റെ വലിയ പിഴ എന്ന് പറഞ്ഞ് ഇവന്മാരെ പുറത്താക്കുന്നതോടെ വരെ ചോദിക്കും. അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാണെങ്കിലും ചോദിക്കും. അങ്ങയുടെ ചോദ്യം, എന്തുകൊണ്ടാണ് തന്ത്രിയെ നിങ്ങൾ അറസ്റ്റ് ചെയ്ത് അന്നുതൊട്ട് ന്യായീകരിക്കുന്നത്? ആര് ന്യായീകരിച്ചു? അറസ്റ്റ് ചെയ്ത് അന്നുതൊട്ട് കോൺഗ്രസ് അങ്ങനെ ടേക്കെടുത്തിട്ടില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ എന്തുകൊണ്ട് അറസ്റ്റിലായ സമയത്തും വഴിതിരിച്ചു വിടാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മന്ത്രിമാരെ രക്ഷിക്കാനാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. ഇന്ന് കൊടിക്കുന്നിൽ സുരേഷ് തന്ത്രിയുടെ വീട്ടിൽ പോയി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രേണു ഞാനൊരു കാര്യം രേണുവിനോട് ചോദിക്കട്ടെ. അതായത് പാമ്പ് ചത്താൽ വാർത്ത എവിടം വരെ, പരുന്തു ചാകുന്നോടം വരെയാണ്. അതുകൊണ്ട് മന്ത്രിയെ ചോദ്യം ചെയ്ത വാർത്ത മുക്കിക്കളയാൻ വേണ്ടിയാണ് തന്ത്രി അറസ്റ്റ് ചെയ്തത് എന്നൊരു മാനം ആ കേസിന് അന്ന് തൊട്ടേ ഉണ്ട്. അത് ശരിയാണെന്ന് കോടതി കണ്ടല്ലോ. അത് തന്ത്രിയിൽ അന്വേഷണം